ഹായ്, മെഷീൻസ് ബാക്കി ന്യൂമറിക്കൽസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സ്ക്രീനിലോട്ട് വായിച്ചു നോക്കൂ. എ ബ്ലോക്ക് ആൻഡ് ടാക്കിൾ ഹാസ് 2 പുള്ളീസ് ഇൻ ഈച്ച് ബ്ലോക്ക്. അപ്പോൾ ബ്ലോക്ക് ആൻഡ് ടാക്കിൾ സിസ്റ്റത്തിനകത്ത് 2 പുള്ളീസ് ഓരോ ബ്ലോക്കിലുമുണ്ട്. ടാക്കിൾ ടൈഡ് ടു ദ ഹൂക്ക് ഓഫ് ലോവർ ബ്ലോക്ക് ആൻഡ് എഫർട്ട് ബീയിങ് അപ്ലൈഡ് അപ്വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഒത്തിരി മെനക്കെട്ടാണ്, നമ്മൾ പഠിച്ച പിക്ചറല്ല. ഡ്രോ ദ ഡയഗ്രാം. അപ്പോൾ ഇവിടെ നേരെ ക്വസ്റ്റ്യൻ നോക്കുക. 2 ബ്ലോക്കിലും ഈ 2 പുള്ളീസാണ്. ഇനി എന്താണ്? ഹൂക്ക് ടൈഡ് ടു ദ ഹൂക്ക് ഓഫ് ലോവർ ബ്ലോക്കാണ്. ടാക്കിള് ടൈഡ് ടു ദ ഹൂക്ക് ഓഫ് ലോവർ ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് പിക്ചർ വരയ്ക്കാം. അപ്പോൾ അതാ നമ്മൾ പിക്ചർ വരയ്ക്കുന്നു. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഓക്കെ, ഇത് വരച്ചു. ഇവിടെ ഒരു വലിയ പുള്ളി, ഇവിടുത്തെ കൂടെ ചെറിയ പുള്ളി. ഓക്കെ, ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തേക്കാം. ഇനി അടുത്ത സിസ്റ്റം അതിൻ്റെ താഴെ. ഇതാണ് അടുത്തത്. ഇത് ചെറുത്. ഓക്കെ, അടുത്ത പുള്ളി വലുത്. അങ്ങനെയാണല്ലോ. അത് നേരെ നിങ്ങൾ വരയ്ക്കുക. ഇനി അപ്പോൾ ഇത്രയും വരച്ചു. ഇനി കയറ് കയറ്റുന്നത്. എവിടെ നിന്ന് കയറ് കയറ്റും? ഫോഴ്സ് എഫർട്ട് ബീയിങ് അപ്ലൈഡ് അപ്വേർഡ്സ് എന്നാണ്. അപ്പോൾ എഫർട്ട് അപ്ലൈ ചെയ്യുന്നത് മേലോട്ടാണ്. അപ്പം നമുക്കിവിടെ കയറിങ്ങനെ കയറ്റാം, എഫർട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഈ കയറിങ്ങനെ ഞാൻ വരയ്ക്കുന്ന കണ്ടോളൂ. ഇങ്ങനെ കയറ്റി ഇത് നേരെ അങ്ങ് മേലെ പോകും. കണ്ടോ? ഇത് മേലെ പോയി, മേലിന്ന് നേരെ താഴെ വന്ന്, മേലിന്ന് നേരെ താഴെ വന്ന്, താഴെ കൂടെ കയറി മേല് വന്ന്, അവിടെ നിന്ന് നേരെ താഴെ വന്ന് താഴത്തേലോട്ട് കൂട്ടിക്കെട്ടും. കണ്ടോ? അപ്പം ഇങ്ങനെയാണ്. കാര്യം മനസ്സിലായല്ലോ. ഞാൻ ഒന്നുകൂടെ വേറെ കളർ മഷി വെച്ച് വരച്ച് കാണിക്കാം. നിങ്ങൾ നോക്കുക. ഇതാ ഇവിടെ താഴേന്ന് ഇങ്ങനെ കയറ്റി ഇതിങ്ങനെ നേരെ മേല് വന്നു, മേലത്തെ പുള്ളി കയറ്റിയിട്ട് അവിടെ നിന്ന് നേരെ ഇത് താഴെ വന്ന്, താഴെ ഇതിൽ കൂടെ കയറ്റി അവിടെ നിന്ന് മേല് വന്ന്, അവിടെ നിന്ന് നേരെ താഴെ പോയി അവിടെ ഉള്ളതിലോട്ട് പിടിച്ച് കെട്ടി. കണ്ടല്ലോ? ഇങ്ങനെ കൂട്ടിക്കെട്ടി. അപ്പോൾ പിക്ചർ വരച്ചു. ഇനി എന്താണ്? ലോഡ് മൂവ്സ് അപ്വേർഡ് ബൈ എ ഡിസ്റ്റൻസ് എക്സ്. ഇനി ഇതാണ് എ പാർട്ടിൻ്റെ ആൻസർ. ഇനി ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ലോഡ് എക്സ് ദൂരം സഞ്ചരിച്ചു. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് തന്നിട്ടുണ്ട് എക്സ്. ബൈ വാട്ട് ഡിസ്റ്റൻസ് വിൽ ദ ഫ്രീ എൻഡ് ഓഫ് ദ സ്ട്രിങ് മൂവ്? സ്ട്രിങ് എത്ര ദൂരം മേലോട്ട് പോവും എന്നാണ് ചോദ്യം. ഇനി നമുക്ക് ഇവിടെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ഇവിടെ ഒരു ലോഡ് അറ്റാച്ച് ചെയ്തേക്കാം. ഇവിടെ ലോഡ് അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ലോഡ്. ഇനി ഇവിടെയും ടെൻഷൻ വരും. അപ്പോൾ ഇത് ടി എന്നാണ്. ഇനി അടുത്തത് ഇവിടെ ടി വരും. ഓക്കെ, ഇവിടെ ടി വരും. കണ്ടോ? ഇനി ഇവിടെ ഒരു ടി വരും. കണ്ടോ? അപ്പോൾ താഴത്തെ ബ്ലോക്കിനെ എത്ര സ്ട്രിങ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് താഴത്തെ ബ്ലോക്കിനെ 1, 2, 3, 4, 5 സ്ട്രിങ് ഉണ്ട്. ഓക്കെ, 5 സ്ട്രിങ് ഉണ്ട്. അപ്പോൾ താഴത്തെ ബ്ലോക്കിനെ കണക്ട് ചെയ്ത 5 സ്ട്രിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറയുക എന്താണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം. ലോഡെന്ന് പറയുന്നത് 5Tക്ക് ഈക്വലാണ്. ഇനി ഈ ടി തന്നെയാണ് ഇവിടെ എഫർട്ടായിട്ട് കൊടുക്കുന്നത്. നിങ്ങളിതാ ഇവിടെ നോക്കിയാൽ മതി, മനസ്സിലാവും. ഓക്കെ, ടി തന്നെയാണ് എഫർട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലോഡെന്ന് പറയുന്നത് 5 ടൈംസ് എഫർട്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിവിടെ ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ എഫർട്ടാണ്. ലോഡിൻ്റെ ആൻസർ 5. ലോഡെന്ന് പറയുന്നത് 5E ആണ്, ബൈ ഇ എന്നാണ്. അപ്പോൾ ആൻസർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ആൻസർ 5 എന്നാണ്. ഇത് ആക്ച്വലി ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എ പാർട്ടിലുള്ളതാണിത്. ഇനി നമുക്ക് ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫ്രീ എൻഡ് എത്ര ദൂരം നീങ്ങും എന്നാണ്. അപ്പോൾ നമുക്ക് അറിയാമെന്നുള്ളതാണ്. ഇത് പഠിപ്പിച്ചപ്പോഴത്തേക്ക് നമുക്ക് പഠിച്ചതാണ്. എത്ര സ്ട്രിങ് സപ്പോർട്ട് ചെയ്യാനുണ്ട് ലോവർ ബ്ലോക്കിനെ? 5 എണ്ണം അല്ലേ? അപ്പോൾ നമ്മൾ അന്ന് പഠിച്ചിട്ടുള്ള കാര്യം എന്താണ്?
ലോഡ് എക്സ് ദൂരം നീങ്ങിയാൽ ഫ്രീ എൻഡ് എത്ര ദൂരം നീങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ എത്ര സ്ട്രിങ് ഉണ്ട്? 5 അല്ലേ? അപ്പോൾ 5x ദൂരം നീങ്ങും. അപ്പോൾ ഈ ലോഡ് എക്സ് ദൂരം നീങ്ങിയാൽ നമ്മുടെ ഫ്രീ എൻഡ് എത്ര ദൂരം നീങ്ങുമെന്നാണ്? 5x. അപ്പോൾ ഫ്രീ എൻഡ് മൂവ്സ് 5x ഡിസ്റ്റൻസ്. അപ്പോൾ 5x ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആഡംബരത്തിലൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഫ്രീ എൻഡ് മൂവ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 5x. എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് എത്ര സ്ട്രിങ് ഉണ്ടെന്ന് നോക്കണം താഴെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇനി അപ്പോൾ ആ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ആൻസർ. അപ്പോൾ എക്സ് ദൂരമാണ് നമ്മുടെ ഇവിടെ ലോഡ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫ്രീ എൻഡ് എത്ര നീങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5x ദൂരം നീങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫ്രീ എൻഡ് ഏതാണ്? നമ്മൾ എഫർട്ട് കൊടുക്കുന്ന എൻഡ്, അതാണ് ഫ്രീ എൻഡ്. കുഴപ്പമില്ലല്ലോ, അത് ഓർത്ത് വെച്ചോണ്ട് സംശയം വരരുത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം മക്കളെ. എന്താണ്? എ വുമൺ ഡ്രോസ് വാട്ടർ ഫ്രം എ വെൽ യൂസിങ് എ ഫിക്സഡ് പുള്ളി. കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി ഒരു ലേഡി എന്തുപയോഗിക്കുന്നു? ഒരു ഫിക്സഡ് പുള്ളി ഉപയോഗിക്കുന്നു. മാസ് ഓഫ് ദ ബക്കറ്റ് ആൻഡ് വാട്ടർ ടുഗദർ 6 kg. ഓക്കെ, ബക്കറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും കൂടെ മാസ് തന്നിട്ടുണ്ട് 7. അപ്പോൾ നമുക്ക് എഴുതാം ലോഡാണത്. അപ്പോൾ ലോഡാണ് തന്നിരിക്കുന്നത് 6 kg എന്നാണ്. അപ്പോൾ 6 × 9.8 വേണ്ട, ഇവിടെ 10. അപ്പോൾ ഇതാണ്. അപ്പോൾ 60 ന്യൂട്ടൺ എന്നാണ്. നിങ്ങൾക്കിത് മനസ്സിലായ? എടാ F = mg, അത്രേ ഉള്ളൂ. അപ്പോൾ ലോഡ് = 6g. അപ്പോൾ 6 × 10, അപ്പോൾ 60 ന്യൂട്ടൺ. ഇനി എന്താ വേണ്ടത്? ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ വുമൺ ഈസ് എന്ന് പറഞ്ഞാൽ എഫർട്ട് ഈസ് 70 ന്യൂട്ടൺ. കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇതിന് ഞാൻ പറയണോ? നിങ്ങൾക്ക് അറിയാമെന്നുള്ള സ്ട്രൈറ്റ് ക്വസ്റ്റനിൽ എന്താണ്? ലോഡ് ബൈ എഫർട്ട്. അപ്പോൾ ലോഡിൻ്റെ ആൻസർ 60/70. അപ്പോൾ ആൻസർ 6/7. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 0.8 സംതിങ് എന്നൊക്കെ വരും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം മക്കളെ. ഇതൊരു സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആയിപ്പോൾ അല്ലേ, ചെറുത്. എന്താണ്? എ ഫിക്സഡ് പുള്ളി ഈസ് ഡ്രിവൺ ബൈ 100 kg മാസ് ഫോളിങ് അറ്റ് ദ റേറ്റ് 8 meter in 4 seconds. ഇറ്റ് ലിഫ്റ്റ്സ് എ ലോഡ് 75 kgf എന്നാണ്. അപ്പം നമുക്ക് ഫിക്സഡ് പുള്ളിയാണ്. ഫിക്സഡ് പുള്ളി ഈസ് ഡ്രിവൺ ബൈ എ 100 kg മാസ് ഈസ് ഫോളിങ് അറ്റ് ദ റേറ്റ് 8 meter in 4 seconds. ലിഫ്റ്റ് ചെയ്യുന്ന ലോഡ്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്കിവിടെ തന്നിരിക്കുന്ന ഫിക്സഡ് പുള്ളിയിൽ ഇതാണ് ഫിക്സഡ് പുള്ളിയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരറ്റത്ത് ലോഡുണ്ട്. അപ്പോൾ ഇവിടെ ലോഡുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ എഫർട്ടും ഉണ്ട്. ഓക്കെ, ഇവിടെ ഡ്രിവൺ ബൈ 100 kg മാസ്. അപ്പോൾ ഇവിടെ 100 kg × 9.8 എന്നുള്ളത് 10 എന്ന് ഞാൻ എടുക്കാം. അപ്പോൾ 1000 ന്യൂട്ടൺ. 1000 ന്യൂട്ടനാണ് ഇവിടുത്തെ എഫർട്ട് എന്ന് പറയുന്നത് താഴോട്ട്. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്കിവിടെ വേണ്ടത് എന്താണ് വേണ്ടത്? മേലോട്ട് പോകുന്ന സാധനം 75 kgf ആണ് എന്ന് പറയുമ്പോൾ 75 × 10 എന്ന് പറയുമ്പോൾ 750 ന്യൂട്ടനാണ് ഇവിടുത്തെ ലോഡ്. ഇനി എത്ര ഡിസ്റ്റൻസാണ് മൂവ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവൻ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 8. ഇതിന് ടൈം എത്ര? 4. ഇത്രയും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പവർ ഇൻപുട്ട് ടു ദ പുള്ളി എന്നാണ് ചോദ്യം. എന്താണ്? പവർ ഇൻപുട്ട് കണ്ടുപിടിക്കണം. പവർ എങ്ങനെയാണ് കാണുന്നത്? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. അവിടെ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഫോഴ്സ് എത്ര കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എഫർട്ടാണ്. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എഫർട്ടാണ് ഡിവൈഡഡ് ബൈ ടൈം. ഭീകരമായ കാര്യങ്ങളൊന്നുമില്ല, ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ 1000 × 8 ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 4. അപ്പോൾ 2000 എന്നാണ് ആൻസർ. 2000 പവറിൻ്റെ യൂണിറ്റ് വാട്ട്. ആദ്യത്തെ പാർട്ടിൻ്റെ ആൻസർ കഴിഞ്ഞു. എ പാർട്ട് കഴിഞ്ഞു. എളുപ്പമല്ലേ? ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ബി പാർട്ട് പറഞ്ഞു. എഫിഷ്യൻസി എങ്ങനെയാണ് കാണുന്നത്? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ ഇൻറ്റു
100% എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്കിവിടെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം മക്കളെ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ ഉള്ള വഴിയും അറിയാം. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ ഞാൻ സൈഡിലോട്ട് കാണിക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ എഫർട്ട്. അപ്പോൾ ലോഡ് ഇവിടെ ഉണ്ട്, എത്ര 750 ബൈ എഫർട്ട് ഇവിടെ ഉണ്ട്, എത്രയാണ് 10,000. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. ഇനി വെലോസിറ്റി റേഷ്യോ വേണം. വെലോസിറ്റി റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് എന്നാണ്. ഇവിടെ ഫിക്സഡ് പുള്ളിയുടെ കേസിൽ രണ്ടുപേരും നീങ്ങുന്ന ദൂരം സെയിം ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. ലോഡ് നീങ്ങുന്ന ദൂരവും എഫർട്ട് നീങ്ങുന്ന ദൂരവും സെയിം ആണ്. അപ്പോൾ എൻ്റെ ആൻസർ എത്രയാണ്? 1 എന്നാണ്. അപ്പോൾ നമുക്കിതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 750 ഡിവൈഡ് ബൈ 1000 ഡിവൈഡ് ബൈ 1 വെലോസിറ്റി റേഷ്യോ ഇൻറ്റു 100%. അപ്പോൾ ആൻസർ നമുക്ക് വരുന്നത് 750 ഞാൻ സൈഡിലോട്ട് ചെയ്യാം, 1000 ഉണ്ട് ഇൻറ്റു 100. അപ്പോൾ നമുക്കിവിടെ ഇത് രണ്ടും കട്ടായി. അപ്പോൾ 75% എന്നാണ്. അപ്പോൾ എഫിഷ്യൻസിയുടെ ആൻസർ 75%. നല്ല എളുപ്പമല്ലേ? രണ്ടാമത്തെ പാർട്ടും കിട്ടി, 75%. ഇനി അതിൻ്റെ സി പാർട്ട് എന്താണ്? ഹൈറ്റ് വിച്ച് ലോഡ് റൈസ്ഡ്. എത്ര ഹൈറ്റ് ലോഡ് നീങ്ങും? ലോഡ് എത്ര നീങ്ങും? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ടിന് ഈക്വലാണ്. എത്ര? 8. വല്ല പ്രയാസമുണ്ടോ? 8 മീറ്റർ. വല്ല പ്രയാസമുണ്ടോ മക്കളെ? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ അല്ലടാ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. വായിച്ചു നോക്കൂ. എ ബ്ലോക്ക് ആൻഡ് ടാക്കിൾ സിസ്റ്റം യൂസിങ് 3 pulleys. ബ്ലോക്ക് ആൻഡ് ടാക്കിൾ സിസ്റ്റത്തിനകത്ത് 3 പുള്ളിയുണ്ട്. ഓക്കെ, അപ്പോൾ 3 പുള്ളിയുണ്ട്. എ ലോഡ് 75 kgf ഈസ് റൈസ്ഡ് വിത്ത് ആൻ എഫർട്ട് 25 kgf. ലോഡ് തന്നിട്ടുണ്ട്. ലോഡ് എത്ര? 75 kgf. ഇനി എഫർട്ടിൻ്റെ വാല്യൂ 25 kgf. ഫൈൻഡ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നല്ല എളുപ്പം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ലോഡ് ബൈ എഫർട്ട്. ആൻസർ 75 ബൈ 25. ആൻസർ 3 എന്നാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വായിച്ചു നോക്കൂ. വെലോസിറ്റി റേഷ്യോ വേണം. വെലോസിറ്റി റേഷ്യോ കാണാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെലോസിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പുള്ളീസ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് പുള്ളീസിന് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ 3. രണ്ടാമത്തെ ആൻസറുമായി. ഇനി മൂന്നാമത്തെ ആൻസർ എന്താണ്? എഫിഷ്യൻസി. എഫിഷ്യൻസി ആണുള്ള ഇക്വേഷൻ പറയും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ ഇൻറ്റു 100% എന്നാണ്. അപ്പോൾ ആൻസർ 3 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 100%. അപ്പോൾ ആൻസർ 100% എന്നതിൽ വരും. ഇതൊരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കാനുള്ളത് വെലോസിറ്റി റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ്. അത് ഓർത്ത് വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? എ ബ്ലോക്ക് ആൻഡ് ടാക്കിൾ സിസ്റ്റം ഹാസ് 5 pulleys. അപ്പോൾ ടോട്ടൽ 5 pulleys ഉണ്ട്. എഫർട്ട് 1000 Newton ഈസ് നീഡഡ്. അപ്പോൾ എഫർട്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1000 ആണ്. അപ്പോൾ 1000 Newton ആണ്. ഓക്കെ, ഈസ് നീഡഡ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ടു റൈസ് എ ലോഡ്. ലോഡിൻ്റെ വാല്യൂ 4500 Newton ആണ്. കാൽക്കുലേറ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. എ പാർട്ടിൻ്റെ ആൻസർ പെട്ടെന്ന് പറയുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫർട്ട് എന്നാണ്. അപ്പോൾ 4500 ഡിവൈഡ് ബൈ 1000 എന്നാണ്. ഓക്കെ, ആൻസർ ഇത് 4.5 എന്നാണ്. 4.5 എന്നാണ് ആദ്യത്തെ ആൻസർ. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ഇനി ബി പാർട്ട് വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ? വെലോസിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പുള്ളീസ്. അപ്പോൾ 5 ആണ്. ഇനി എൻ്റെ സി പാർട്ട് എഫിഷ്യൻസി. ഇതേ ക്വസ്റ്റ്യൻ ഇതേ മോഡൽ തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തത്. MA/VR ഇൻറ്റു 100%. അപ്പോൾ ബാക്കി MAയുടെ ആൻസർ 4.5 എന്നാണ്, ഡിവൈഡഡ് ബൈ 5 എന്നാണ്, ഇൻറ്റു 100%. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് 0.9 ഇൻറ്റു 100%. അപ്പോൾ ആൻസർ 90% എന്ന് വരും. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? അപ്പോൾ അടിപൊളി ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡ്രോ എ ടാക്കിൾ ടു ലിഫ്റ്റ് ദ ലോഡ് ബൈ അപ്ലൈയിങ് ദ ഫോഴ്സ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ കൊടുക്കണം. അപ്പോൾ കൊടുക്കുന്ന രീതിയിൽ ഇതിൽ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ കയറ് കയറ്റുകയാണ്. ഓക്കെ, ഈ കയറ് നേരെ അങ്ങ് താഴെ പോകുന്നു. നേരെ
നേരെ മേലെ പോകുന്നു, അതിൽ കൂടെ കയറുന്നു, നേരെ താഴെ പോകുന്നു, ഇതിൽ കൂടെ കയറുന്നു, നേരെ അങ്ങ് മേലെ പോകുന്നു, അതിൽ കൂടെ ഇറങ്ങുന്നു, ഇറങ്ങിയിട്ട് താഴെ പിടിച്ച് കെട്ടി. കണ്ടോ, താഴെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ പിക്ചർ വരച്ചു. ഓക്കെ, അപ്പോൾ ഡ്രോ ദ ഫിഗർ നമ്മൾ വരച്ചു. മാർക്ക് ദ ഡയഗ്രാം ഡയറക്ഷൻ ഓഫ് ലോഡ് ആൻഡ് എഫർട്ട്. ലോഡൊക്കെ ഇപ്പോൾ ലോഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോഡ് താഴോട്ടാണ്. ഇനി ഇവിടെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വരയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ 2 ടെൻഷൻ വരും, ഇവിടെ 2 ടെൻഷൻ വരും, ഇനി ഇവിടെ ടെൻഷൻ വരും, പിന്നെ നമ്മുടെ ഇവിടെ ഇവിടെയാണ് എഫർട്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ആദ്യത്തെ പാർട്ട് നമ്മൾ ക്ലിയർ ചെയ്തു. ലോഡും എഫർട്ടും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോഡ് താഴോട്ട്. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഇപ്പോൾ എ പാർട്ട് കഴിഞ്ഞു. ഇഫ് ദ ലോഡ് ഈസ് റൈസ്ഡ് ബൈ ഡിസ്റ്റൻസ് 1 മീറ്റർ. അപ്പോൾ ബി പാർട്ടാണ്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് ഈസ് 1 മീറ്റർ. ത്രൂ വാട്ട് ഡിസ്റ്റൻസ് എഫർട്ട് മൂവ്. സോ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയൊക്കെ ആവശ്യം പോലെ ഉണ്ട്. നമുക്ക് വഴി കണ്ടുപിടിക്കാം. എന്തോന്നാണ്, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡും അറിയാം, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ടും അറിയാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ. എൻ്റെ ബി പാർട്ട്, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട്, ലോഡ് 1 മീറ്ററാണ്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ, അപ്പോൾ ഇത് എത്ര വരും? ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ് 5 ആണ്. നമ്പർ ഓഫ് പുള്ളീസ് 5 ആണ്. നമ്പർ ഓഫ് സ്ട്രിങ്സ് സപ്പോർട്ടിങ് ദ ലോവർ ബ്ലോക്കും 5 ആണ്. നിങ്ങൾ തന്നെ ഞാൻ കാണിച്ചു തരാം. 1, 2, 3, 4, 5. അപ്പോൾ ടോട്ടൽ 5 സ്ട്രിങ് ഉണ്ട് ലോവർ ബ്ലോക്കിനെ സപ്പോർട്ട് ചെയ്യാൻ. 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ ഇവിടെ 5. അപ്പോൾ ഇനി ബാക്കി കാര്യം നമ്മൾ നേരത്തെ ഉള്ള പ്രോബ്ലത്തിലുള്ളതുപോലെ നിങ്ങൾക്കറിയാം. എന്താണ്? ലോഡ് 1 മീറ്റർ ദൂരം നീങ്ങിയെങ്കിൽ ഫ്രീ എൻഡ് എത്ര ദൂരം നീങ്ങുമെന്നാണ്. അതിൻ്റെ എത്ര ടൈംസ്? 5 ടൈംസ്. അപ്പോൾ ആൻസർ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ, അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് എത്രയെന്ന് പറഞ്ഞാൽ 5 ടൈംസ് 1 മീറ്റർ. അപ്പോൾ 5 മീറ്റർ എന്നാണ്. അടുത്ത രണ്ടാമത്തെ ആൻസറായി. ഇനി അതിൻ്റെ സി പാർട്ട് വായിച്ചു നോക്കുക. സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഓഫ് ടാക്കിൾ സപ്പോർട്ടിങ് ദ ലോഡ്. ലോഡിനെ താങ്ങുന്നത് എത്ര സ്ട്രിങ്സ് ആണ്? ലോവർ ബ്ലോക്കിനെ താങ്ങുന്നത് എത്ര എണ്ണം പറഞ്ഞു? അപ്പോൾ ആൻസർ 5 എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 5 എന്നാണ്. ഇനി അടുത്തത് എൻ്റെ ഡി പാർട്ട്. വാട്ട് ഈസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പുള്ളീസിന് ഈക്വൽ ആണ്. അപ്പോൾ ആൻസർ 5. അതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, സ്ട്രൈറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും വെച്ച് നമ്മൾ ന്യൂമറിക്കൽസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബോറടിച്ചു. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ കാണാം. ബൈ.